കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുവാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മേളയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കേരള സ്കൂൾ കലോത്സവം. കലാരംഗത്തെ നാളെയുടെ പ്രതീക്ഷകളെ പരിചയപ്പെടുത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ മഹാമേള കേരളത്തിൻ്റെ അഭിമാനമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശന മാമാങ്കമായ 64ാമത് കേരള സ്കൂൾ കലോത്സവം 2025 ജനുവരി മാസം 7 മുതൽ 11 വരെ തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 25ഓളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം ഇതോടനുബന്ധിച്ച് നടക്കും. 2018 അവസാനമായി തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. ആയതുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരണം 2025 ആഗസ്റ്റ് മാസം 12 തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ചേരുകയാണ്. സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിലും ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2ാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യ വാരവും പൂർത്തിയാകും. സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം എന്നിവയുടെ വേദികൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവർ തിരഞ്ഞെടുക്കുന്നതാണ്. തൃശ്ശൂരിൽ വച്ച് നടക്കുന്ന 64ാമത് സംസ്ഥാന കലോത്സവം വൻ വിജയമാക്കി തീർക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ പൊതു കെട്ടിടങ്ങളിൽ, വിശേഷിച്ച് സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളിൽ ഘടനാപരമായി ബലഹീനത ഉണ്ടായിട്ടുള്ളവയെക്കുറിച്ച് പഠനം നടത്തി പൊളിച്ചു മാറ്റേണ്ടവയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട അടിയന്തര തുടർ നടപടി ആലോചിക്കുന്നതിന് ഇന്ന് രാവിലെ 10:30 ഓൺലൈനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഞാനും ഏതെങ്കിലും പരിപാടിയുടെ ഇടയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്കൂൾ കായികമേള 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 22 മുതൽ 27 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 24,000-ഓളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത്. കായികമേളയോടനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങൾ 2025 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കേവലം ഒരു മത്സരം എന്നതിലുപരിയായി കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും കായിക വിനോദങ്ങളിലൂടെ മാനസിക പിരിമുറുക്കങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് സ്പോർട്സിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മുന്നേറ്റമായി കായികമേള മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിലെ കഴിവുകൾ പ്രൊഫഷണൽ തലത്തിൽ പ്രദർശിപ്പിക്കുവാനും കായികമേള അവസരം നൽകുന്നു. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന കായികമേളയിലെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് 20 വേദികളിലായിട്ടാണ്. മുൻവർഷം നടന്ന കേരള സ്കൂൾ കായികമേള കൊച്ചി 24 അനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയും മറ്റ് ആൾക്കാരും നേതൃത്വം കൊടുത്തിരുന്നു. കേരളത്തിലെ കൗമാര കായിക പോരാട്ടത്തിൽ അണ്ടർ 14, 17, 19 കാറ്റഗറികളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ 24,000-ഓളം കായിക താരങ്ങളാണ് അണിനിരക്കുന്നത്. സ്പോർട്സ് മാനുവൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 39 കായിക ഇനങ്ങളിൽ നിന്നും 10,000-ലധികം മത്സരങ്ങളാണ് അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, ഗെയിംസ് എന്നീ ഇനത്തിൽ നടക്കുന്നത്. കൂടാതെ സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ്, ഇതാദ്യമായിട്ടാണ് അത് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വെച്ച് ആരംഭിച്ചത്, 2ാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. ഒളിമ്പിക്സിൽ പോലും സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കാറുള്ളത്. ഇതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലെ കേരള സിലബസ് പഠിക്കുന്ന 14ഓളം വരുന്ന സ്കൂളിലെ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിരുന്നത്. മുൻവർഷം 2000 ടെക്നിക്കൽ ഒഫീഷ്യലുകളുടെയും 500-പരം വോളണ്ടിയേഴ്സിൻ്റെയും സഹായം ലഭിച്ചിരുന്നു. കേരള സ്കൂൾ കായികമേളയുടെ പ്രചരണാർത്ഥം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ദീപശിഖ പ്രയാണം സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ കായികമേളയുടെ ഭാഗ്യചിഹ്നം, പ്രൊമോ വീഡിയോ, ബാൻഡ് അംബാസഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ തീരുമാനിക്കുന്നതാണ്.